welcome back to my channel. I hope you all are doing good and are safe at home. If you are new channel, hi, I'm Swati Sharad and I do post videos of makeup, beauty, skincare, lifestyle and fashion related contents on my channel. So if you are someone who loves watching it, please take a moment to subscribe to my channel right away. Alright, അപ്പോൾ ഞാൻ ഈ കണ്ണട വെച്ചപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ആൻഡ് ഹെഡിങ് വായിച്ചപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്ന ഒരു മേക്കപ്പ് ലുക്ക് ആണ് ഫോർ പീപ്പിൾ ഹൂ വെയർ സ്പെക്സ് ഓർ ഗ്ലാസസ്. അപ്പോൾ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് സ്പെക്സ് അല്ലെങ്കിൽ ഗ്ലാസസ് യൂസ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങളുടെ ഐ മേക്കപ്പ് എന്ന് പറഞ്ഞാൽ വളരെ വളരെ ക്രൂഷ്യൽ ആണ് ബിക്കോസ് ദാറ്റ് ഡിസൈഡ്സ് ഹൗ യു ലുക്ക്. അപ്പോൾ നിങ്ങൾ അത് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ഗോണ റൂയിൻ യുവർ കംപ്ലീറ്റ് ലുക്ക്. ഐ നോ യു ആർ വർക്കിംഗ് ഫ്രം ഹോം ബട്ട് യു മൈറ്റ് ഹാവ് സൂം മീറ്റിംഗ്സ്, അതുപോലെ ചെറിയ വീട്ടില് ഫംഗ്ഷൻസ് ഉണ്ടാവാം, ഇനി ഒക്കേഷൻസ് ഏതെങ്കിലും മാരേജ്, കസിൻസിന്റെ മാരേജ് ഉണ്ടാവാം. അപ്പൊ അതിലൊക്കെ നിങ്ങൾ കോൺസ്റ്റന്റ് ആയിട്ട് സ്പെക്സ് പെയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഐ മേക്കപ്പ് അല്ലെങ്കിൽ ദ ഹോൾ മേക്കപ്പ് ലുക്ക് ഇസ് റിയലി ഇമ്പോർട്ടന്റ് ആൻഡ് സം ഓഫ് യു മൈറ്റ് നോട്ട് ബി വെരി വെൽ വേഴ്സ്ഡ് വിത്ത് ഇറ്റ്. മീൻസ് നിങ്ങൾക്ക് എങ്ങനത്തെ മേക്കപ്പ് ലുക്ക് ചെയ്താലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ ആ ഒരു ഫുൾ ഔട്ട്പുട്ട് നിങ്ങൾക്ക് കിട്ടുക എന്ന് നിങ്ങൾക്ക് അറിയുന്നുണ്ടാവില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവുന്ന ഇഷ്യൂസ് ലൈക്ക് ദ ഡാർക്ക് സർക്കിൾസ് ആൻഡ് ചെറിയ കണ്ണാണെങ്കിൽ അതിന് എങ്ങനെയാണ് നമുക്ക് കുറച്ചുകൂടി ബിഗ് ആൻഡ് ബ്രൈറ്റ് ഐസ് ആക്കാൻ പറ്റുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്യും കേട്ടോ. സോ മേക്ക് ഷുവർ ടു വാച്ച് ടിൽ എൻഡ് ആൻഡ് യാ, സോ വിതൗട്ട് വേസ്റ്റിംഗ് മച്ച് ടൈം ലെറ്റ്സ് ജസ്റ്റ് ഗെറ്റ് into the video. ഓക്കെ, അപ്പോൾ അതേ വീഡിയോ അധികം ലെങ്തി ആക്കാണ്ടിരിക്കാൻ ഞാൻ ഓൾറെഡി എൻ്റെ ബേസ് ഫൗണ്ടേഷൻ മേക്കപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. സോ ഇഫ് യു ഗൈസ് ഹാവൻ വാച്ച് ദാറ്റ് വീഡിയോ വെയർ ഐ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ, ഐ ലിങ്ക് ഇറ്റ് ഓവർ ഹിയർ, യു ക്യാൻ ഡെഫിനറ്റ്ലി ഗോ ആൻഡ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം നമ്മുടെ ഐബ്രോസിന് തുടങ്ങാം. ഓക്കെ, അപ്പോൾ ഞാൻ ഓൾറെഡി എൻ്റെ ബ്രോസിൽ ഈ ഒരു എൽഫിൻ്റെ ക്ലിയർ ബ്രോ ജെൽ മസ്കാര ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ട് ടു കീപ് മൈ ബ്രോസ് ഇൻ ഷേപ്പ്. ഞാൻ ത്രെഡ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഈ ചെയ്യുന്നത്. ഞാൻ ഇതിനെ കുറിച്ച് ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓൺ മൈ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ, യു ക്യാൻ ഡെഫിനറ്റ്ലി ചെക്ക് ഇറ്റ് ഔട്ട്. സോ വൺസ് ദിസ് ജെൽ ഡ്രൈസ് ഔട്ട് കംപ്ലീറ്റ്ലി, ഞാൻ എൻ്റെ ഫേവറേറ്റ് മിസ് ക്ലെയറിൻ്റെ ഐബ്രോ കേക്ക് എടുത്തിട്ട് ഞാൻ എൻ്റെ ഐബ്രോസ് നല്ല രീതിയിൽ ഷേപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഈ ഫുൾ സ്റ്റെപ്സ് ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് വേണമെങ്കിൽ അപ്പോൾ അത് കണ്ടു നോക്കാം. അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ രണ്ട് ബ്രോസും ഷേപ്പ് ചെയ്യാണ് ആൻഡ് ഐ എം ഓൾസോ ഫില്ലിങ് ഇൻ ദാറ്റ് ഗ്യാപ്പ് വിച്ച് ഐ ഹാവ് ഓൺ മൈ ലെഫ്റ്റ് ഐബ്രോ ആൻഡ് ദെൻ ഐ എം ഗോണ ടേക്ക് എ സ്പൂളി ആൻഡ് ജസ്റ്റ് ബ്രഷ് ഇറ്റ് ഓഫ്. മൂവിങ് ഓൺ, നെക്സ്റ്റ് ഐ എം ഗോണ ടേക്ക് ദിസ് Maybelline Fit Me Concealer in the shade medium and gonna apply it below my eyebrows, like എൻ്റെ ബ്രോ ബോൺസിൽ ഞാനിത് അപ്ലൈ ചെയ്യാണ്. ആൻഡ് ദെൻ ഐ എം ജസ്റ്റ് ഗോണ ബ്ലെൻഡ് ഇറ്റ് വിത്ത് ദിസ് ബ്രഷ്. നിങ്ങൾക്ക് ഫിംഗേഴ്സ് വെച്ചിട്ടും ബ്ലെൻഡ് ചെയ്യാം കേട്ടോ, ഞാൻ ജസ്റ്റ് ആ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ആൻഡ് ദെൻ ഐ എം യൂസിങ് മൈ ഫിംഗേഴ്സ് ടു ബ്ലെൻഡ് ഇറ്റ് ഔട്ട്. അങ്ങനെ രണ്ട് ഐബ്രോസും കംപ്ലീറ്റ് ആയി കഴിഞ്ഞാൽ ഐ എം ഗോണ യൂസ് ദാറ്റ് ബ്രഷ് ദാറ്റ് ഐ യൂസ് ടു അപ്ലൈ ദ ഐബ്രോ പ്രോഡക്റ്റ് ആൻഡ് ദെൻ ഐ എം ജസ്റ്റ് ഗോണ ഷേപ്പ് ഇറ്റ് അഗെയിൻ. അപ്പോൾ അതേ നമ്മുടെ ഐബ്രോസ് നല്ല രീതിയിൽ കംപ്ലീറ്റ് ആയിട്ടോ. ഐബ്രോസ് എപ്പോഴും ഹൈലൈറ്റ് ചെയ്യണം, സ്പെഷ്യലി വെൻ യു ആർ വെയറിങ് സ്പെക്സ്. ഓക്കെ, മൂവിങ് ഓൺ, ഇനി നമ്മുടെ ഐസാണ്. അപ്പോൾ ഐസിന് വേണ്ടി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, വി ഓൾവേസ് ഡു അപ്ലൈ കൺസീലർ ഫോർ അവർ ഡാർക്ക് സർക്കിൾസ്. പക്ഷേ നിങ്ങളൊരു ഗ്ലാസ് വെയർ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വേണം കൺസീലർ അപ്ലൈ ചെയ്യാൻ. ലൈക്ക് യു ഷുഡ് അപ്ലൈ ഇറ്റ് ഇൻ യുവർ ഇന്നർ കോർണേഴ്സ് ഓൾസോ ആൻഡ് ദെൻ ബ്ലെൻഡ് ഇറ്റ് യൂസിങ് എ ബ്യൂട്ടി ബ്ലെൻഡർ ഓർ യുവർ ഫിംഗേഴ്സ്. ഐ പ്രിഫർ ബ്യൂട്ടി ബ്ലെൻഡർ ബിക്കോസ് അത് കുറച്ചുകൂടി നല്ല രീതിയിൽ ബ്ലെൻഡ് ആവും. സോ ദിസ് ഇസ് മെയിൻലി ടു ബ്രൈറ്റൻ അപ്പ് യുവർ ഇന്നർ കോർണേഴ്സ് ബിക്കോസ് നമ്മൾ ഗ്ലാസ് ഇടുമ്പോൾ റിഫ്ലക്ഷൻ അടിക്കുമ്പോൾ യു ഡോണ്ട് വാണ്ട് ദാറ്റ് ഏരിയ ടു ബി ഡാർക്കൻഡ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് കേട്ടോ. ഓൾറൈറ്റ്, നെക്സ്റ്റ് ഐ എം ഗോണ യൂസ് ദിസ് Maybelline Fit Me ലൂസ് പൗഡർ ആൻഡ് ദെൻ ഐ എം ഗോണ സെറ്റ് ഇറ്റ് ഓഫ്. അപ്പോൾ ഇത് നിങ്ങൾ ബേക്കിംഗ് മാത്രമല്ല, നിങ്ങൾ ഫുൾ ഐ ഏരിയനെ ഫുള്ളി സെറ്റ് ചെയ്യണം ബിക്കോസ് നമ്മൾ ഗ്ലാസസ് കുറേ നേരം ഇടുമ്പോൾ ദർ ആർ ചാൻസസ് ടു ഗെറ്റ് ദാറ്റ് wrinkles ഓൺ യുവർ ക്രീസ് ഏരിയ ആൻഡ് ഓൾ. അപ്പോൾ അത് അവോയ്ഡ് ചെയ്യാനാണ് ഈ ഒരു സ്റ്റെപ്പ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഐ എം ഗോണ ടേക്ക് ദീസ് 2 ഷെയ്ഡ്സ് ഫ്രം ദ സ്വിസ് ബ്യൂട്ടി പാലറ്റ്. ഇത് നല്ലൊരു അഫോർഡബിൾ പാലറ്റ് ആണ് കേട്ടോ. സോ ഐ എം യൂസിങ് ലൈറ്റ് കളേഴ്സ് ബിക്കോസ് ദാറ്റ്സ് ഗോണ കോംപ്ലിമെൻറ്റ് യുവർ ഐസ് മോർ. സ്പെഷ്യലി നമ്മൾ ഗ്ലാസസ് ഒക്കെ ഇടുമ്പോൾ കുറച്ച് ലൈറ്റ് കളേഴ്സ് ആയിരിക്കും കുറച്ചുകൂടി ഭംഗി. ലൈറ്റ് ന്യൂഡ്സും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, പക്ഷെ ഞാനിവിടെ ഒരു പിങ്കിഷ് കളറാണ് അപ്ലൈ ചെയ്തിരിക്കുന്നത് ആൻഡ് ഐ എം ജസ്റ്റ് ഗോണ ബ്ലെൻഡ് ഇറ്റ് ഔട്ട്. അപ്പം ഞാൻ ഈ ഒരു ഷേപ്പിലാണ്, ഒരു വിങ്ഡ് ഷേപ്പിലാണ് ഞാൻ ഐ ഷാഡോ അപ്ലൈ ചെയ്തിരിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ഞാൻ ഒരു കൺസീലർ എടുത്തിട്ട് എൻ്റെ ഐലിഡ്സിന് കുറച്ച് അപ്ലൈ ചെയ്തിരിക്കുകയാണ് ബിക്കോസ് ഐ വോണ്ട് ടു അപ്ലൈ അനദർ കളർ ഓൺ മൈ ഐലിഡ്സ്. ലൈക്ക് എനിക്ക് എൻ്റെ ഐലിഡ്സ് കുറച്ചും കൂടി ബ്രൈറ്റൻ ചെയ്യണം. സോ ഐ എം യൂസിങ് എ ലൈറ്റർ കളർ. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഈ കട്ട് ക്രീസ് സ്റ്റെപ്പ് ചെയ്തത്. ആൻഡ് ദെൻ ഐ എം ഗോണ ബ്ലെൻഡ് എവറിത്തിങ് ടുഗെദർ. ഫൈനലി ഐ എം ഗോണ യൂസ്
use a bit dark shade on my outer corners of the eyes. അപ്പോൾ അത് കുറച്ചും കൂടി ഒരു ഡിമെൻഷൻ കൊടുക്കാനാണ്. ഒരുപാട് ഡാർക്ക് ഷെയ്ഡ് യൂസ് ചെയ്ത് ജസ്റ്റ് വെരി ലിറ്റിൽ. ആൻഡ് ദെൻ ഐ എം മൂവിങ് ഓൺ വിത്ത് മൈ കൊളോസൽ കാജൽ. ഏത് ഐ പെൻസിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇതുകൊണ്ട് ഞാൻ എൻ്റെ കണ്ണിൽ ഔട്ട്ലൈൻ ചെയ്യാണ് കേട്ടോ. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ഡ്രോ എ തിക്ക് വിങ് ലൈനർ. ഭയങ്കര തിന്നായിട്ടുള്ള വിങ് ലൈനർ വേണം ഡ്രോ ചെയ്യാൻ. നിങ്ങൾ ഒരുപാട് തിക്ക് ആക്കുമ്പോൾ നിങ്ങളുടെ കണ്ണ് കുറച്ചും കൂടി ചെറുതായി പോകും. സോ മേക്ക് ഷുവർ യു ഡോണ്ട് ഡു ദാറ്റ്. യുവർ ഐലിഡ്സ് ഷുഡ് ബി വിസിബിൾ വെൻ യു വെയർ ഗ്ലാസസ്. ആൻഡ് ദെൻ ഐ എം ജസ്റ്റ് ഗോണ ഫിൽ ഇറ്റ് വിത്ത് ദിസ് ഫേസസ് കാനഡയുടെ ജെൽ ലൈനർ പെൻസിൽ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഞാൻ ഫില്ല് ചെയ്യാണ് ഫുള്ളി. ആൻഡ് ഐ എം ഓൾസോ ഗോണ പോയിന്റ് മൈ ഇന്നർ കോർണേഴ്സ് വിത്ത് ദിസ്, ബിക്കോസ് അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ഐസ് ലെങ്തി ആൻഡ് ബിഗ് ആയിട്ട് തോന്നും. And finally, don't forget to apply this kajal to your upper waterline. Alright, ഇനി നെക്സ്റ്റ് ഞാൻ ഇങ്ങനത്തെ ബ്രഷ് എടുത്തിട്ട് ഞാൻ ആ വിങ് ലൈനർ ഒന്ന് ഷേപ്പ് ചെയ്യാൻ പോവാണ് കേട്ടോ. ഇത് ഓപ്ഷണലാണ്. ഇഫ് യു ഹാവ് ലൈനർ, ഐ ലൈനർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. നെക്സ്റ്റ് ഇതേ സ്വിസ് ബ്യൂട്ടീൻ്റെ ഐ ഷാഡോ പാലറ്റ് ഞാൻ കുറച്ച് ലൈറ്റ് ഗ്ലിറ്റർ കളർ എടുത്തിട്ട് എൻ്റെ ഇന്നർ കോർണേഴ്സിൽ അപ്ലൈ ചെയ്യാണ്, ബേസിക്കലി ടു ഹൈലൈറ്റ് ദാറ്റ് ഏരിയ. സോ എപ്പോഴും ഇന്നർ കോർണേഴ്സ് ബ്രൈറ്റ് ആൻഡ് ഹൈലൈറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. ഓൾറൈറ്റ്, ഫൈനലി ഞാൻ കുറേ മസ്കാര എൻ്റെ ഐലാഷസിൽ അപ്ലൈ ചെയ്യാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട് കേട്ടോ ഇൻസ്റ്റാഗ്രാമിൽ. ലൈക്ക് നിങ്ങൾക്ക് ലോങ് കേർലി വോള്യൂമിനസ് ലാഷസ് എങ്ങനെ കിട്ടാമെന്ന് വിത്തൗട്ട് യൂസിങ് ദ ഫോൾസീസ് ഓർ എക്സ്റ്റൻഷൻസ്. അപ്പർ ലാഷസിൽ മസ്കാര അപ്ലൈ ചെയ്ത പോലെ തന്നെ ഞാൻ ലോവർ ലാഷസിലും ചെയ്യാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ എക്സ്റ്റൻഷൻസ് ഇല്ലെങ്കിൽ ഫോൾസ് ഐലാഷസ് വെക്കുന്നുണ്ടെങ്കിൽ മേക്ക് ഷുവർ ടു യൂസ് ദ സ്മോൾ വൺസ്. ഒരുപാട് ലോങ് യൂസ് ചെയ്യരുത്, സോ ദാറ്റ് ഇറ്റ് ഡസൻ ടച്ചസ് യുവർ glasses when you wear them. അപ്പോൾ അതെന്തായാലും ശ്രദ്ധിക്കണം കേട്ടോ. ഫൈനലി ഞാൻ ഒരു സിൽവർ ഗ്ലിമർ സ്റ്റിക്ക് അല്ലെങ്കിൽ ഐ പെൻസിൽ, നിങ്ങൾക്ക് വൈറ്റ് ഐ പെൻസിൽ യൂസ് ചെയ്യാം. ആൻഡ് ഐ എം അപ്ലൈങ് ഇറ്റ് മൈ ലോവർ വാട്ടർ ലൈൻസ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ നിങ്ങളുടെ കണ്ണ് കുറച്ചുകൂടി വൈഡ് ആൻഡ് ബിഗ് ആയിട്ട് തോന്നും. ഇറ്റ് വോണ്ട് ബി ദ ടൈനി വൺ. അപ്പോൾ ഇതൊരു ഇമ്പോർട്ടൻറ്റ് ടിപ്പാണ് കേട്ടോ, നിങ്ങൾ മറക്കാതെ ഈ സ്റ്റെപ്പ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അങ്ങനെ നമ്മുടെ ഐ മേക്കപ്പ് കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ പെട്ടെന്ന് തന്നെ എൻ്റെ മറ്റൈയും കൂടി ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ഐ മേക്കപ്പ് ലുക്ക് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ബാക്കി ഫേസ് മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം ഹൈലൈറ്ററാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. എൻ്റെ ബ്രോ ബോണില്ലേ, അവിടെയാണ് ഞാൻ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ബ്രോസിന് കുറച്ചും കൂടി ലിഫ്റ്റപ്പ് ആക്കാനും കുറച്ചും കൂടി എടുത്ത് കാണിക്കാനുമാണ്. സോ ഇറ്റ് റിയലി ലുക്സ് ഗുഡ് വെൻ യു വെയർ ഗ്ലാസസ്. അപ്പോൾ ഈ സ്റ്റെപ്പ് എന്തായാലും ചെയ്യാൻ മറക്കരുത്. ആൻഡ് ദെൻ ഐ എം ഹൈലൈറ്റിങ് മൈ നോസ് ആൻഡ് ദ ടിപ്പ് ഓഫ് മൈ നോസ്. അങ്ങനെ കുറച്ച് ഹൈലൈറ്റ് പോയിൻറ്റ്സ് ഉണ്ടല്ലോ, അവിടെയൊക്കെയാണ് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഫൈനലി ഐ എം ടേക്കിംഗ് സം ബ്ലഷ്. അപ്പോൾ ഞാൻ കോൺടൂർ ചെയ്യുന്നില്ല. ഞാൻ എപ്പോഴും പറയാറുണ്ട് എൻ്റെ ഫേസ് കുറച്ച് ലോങ് ആയതുകൊണ്ട് ഐ ഡോണ്ട് ഡു മച്ച് കോൺടൂറിങ്. അപ്പോൾ ഐ എം ജസ്റ്റ് ഗോയിങ് ഡയറക്ട്ലി വിത്ത് ബ്ലഷ്. അപ്പോൾ ബ്ലഷ് അപ്ലൈ ചെയ്യുമ്പോൾ എപ്പോഴും പുറത്തേക്ക് അപ്ലൈ ചെയ്യാം, ലൈക്ക് ടുവേർഡ്സ് ദ അപ്വേർഡ് ഡയറക്ഷൻ. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് കുറച്ചും കൂടി ലിഫ്റ്റ് അപ്പ് ആയി നിൽക്കും കേട്ടോ. ആൻഡ് ഫൈനലി ഐ എം ഗോണ സെറ്റ് മൈ ഹോൾ മേക്കപ്പ്. ഞാനിവിടെ മാക്കിൻ്റെ പ്രൈം ആൻഡ് ഫിക്സ് സ്പ്രേ ആണ് യൂസ് ചെയ്യുന്നത്. ഐ എം ഗോണ സ്പ്രേ ഇറ്റ് ഓൺ മൈ ബ്യൂട്ടി ബ്ലെൻഡർ ആൻഡ് ദെൻ ഐ എം ഗോണ യൂസ് ഇറ്റ് ഓൺ മൈ ഫേസ്. അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫേസ് മേക്കപ്പ് നല്ല രീതിയിൽ സെറ്റ് ആവും കേട്ടോ. ആൻഡ് ലാസ്റ്റ്ലി ഞാൻ എൻ്റെ ലിപ്സ്റ്റിക്ക് ഇടുകയാണ്. എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഫേസസ് കാനഡയുടെ വെയ്റ്റ്ലെസ് മാറ്റ് ലിപ്സ്റ്റിക്കാണ്. പക്ഷേ ഇത് ബഫ് ന്യൂഡ് അല്ല, ഇത് പ്രിറ്റി സേഫിയ എന്ന് പറഞ്ഞിട്ട് എന്തൊരു ഷെയ്ഡാണ്. ആൻഡ് ദെൻ ഞാൻ പാക്ക് ലിപ്പ് ലൈനർ വെച്ചിട്ടൊന്ന് ആ ഒരു ലിപ്പിന് ഫുള്ളൊന്ന് ഫിനിഷിങ് കൊടുക്കുകയാണ് ലൈൻ ചെയ്തിട്ട്. ആൻഡ് ദാറ്റ്സ് ഇറ്റ്. ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് വെൻ എവർ യു വെയർ യുവർ ഗ്ലാസസ്. ഓക്കെ, ലെറ്റ് മീ ജസ്റ്റ് വെയർ മൈ ഗ്ലാസസ്. അത് കാണിക്കാം, അപ്പോഴാണ് നിങ്ങൾക്ക് മനസ്സിലാവുക. സോ വെൻ എവർ യു വെയർ സച്ച് ഗ്ലാസസ്, ഇങ്ങനെ ഒരു മേക്കപ്പ് ചെയ്യുമ്പോൾ യു ലുക്ക് റിയലി ക്ലാസി ആൻഡ് സ്മാർട്ട് ഐ ഫീൽ. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ഒരു ലുക്ക് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് മേക്ക് ഷുവർ ടു ഗിവ് ഇറ്റ് എ thumbs up and definitely share with your friends if you really like this video. And എന്തായാലും subscribe ചെയ്യാൻ മറക്കരുത് without forgetting to hit that bell icon, because only then you'll be notified whenever I upload a video. So yeah, thank you so much for watching. See you guys next week with a very new video. Till then, bye bye.